പുതിയതിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള ഒരു വീണ്ടും അവസാന അവസരമെന്നും കൂടി പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി പ്രവേശനത്തിന് ഇതുവരെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള അവസരം ഇപ്പോൾ ഇവിടെ അതിനുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ രജിസ്റ്റർ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അഡ്മിഷൻ എങ്ങനെയാണ്, അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുമോ എന്നുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ കൃത്യമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാത്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് എങ്കിൽ പോലും ഇനിയും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. സെപ്റ്റംബർ മാസം 11 വരെ ഇതിനായുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പം പല വിദ്യാർത്ഥികളും ചോദിക്കും, ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നതല്ലേ, ഇനി അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടോ, ഇനി എങ്ങനെയാണ്, ഇനി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ, രജിസ്റ്റർ ചെയ്യണ 600-700 രൂപയൊക്കെ കൊടുക്കണ്ടേ, ഇനി രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ, ഈ വർഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. തീർച്ചയായും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ പ്രധാനമായിട്ട് പറഞ്ഞുതരാം. രജിസ്ട്രേഷൻ വിൻഡോ നിലവിൽ ഓപ്പൺ ആണെങ്കിൽ പോലും ഇനി അലോട്ട്മെൻറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അതായത് 5 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, 4th ആൻഡ് 5th അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞു. സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റും വന്നു. ഇനി എന്തില്ല, അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അഡ്മിഷനൊന്നും ഇല്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കും, പിന്നെ എന്തിനാണ് ഇവർ ന്യൂ രജിസ്ട്രേഷൻ കൊണ്ടുവച്ചിരിക്കുന്നത്, അത് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അതായത് ഇവിടെ എന്തിനാണ് ന്യൂ രജിസ്ട്രേഷൻ വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലുമൊക്കെ കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റുകളും, ഞാനിവിടെ വേറൊരു കാര്യം പറയാം, എല്ലാ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞെങ്കിൽ പോലും കോളേജുകളിൽ സീറ്റുകളൊന്നും ഫില്ലായിട്ടുണ്ടാവില്ല. അതായത് എല്ലാ സീറ്റുകളിലും ഫില്ലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പുമില്ല. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിരവധി അഫിലിയേറ്റഡ് കോളേജുകളും ഉണ്ട്, നിരവധി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു, സ്പോട്ടിൻ്റെ റാങ്ക് ലിസ്റ്റും വന്നു. ഇപ്പോഴും വേക്കൻസികളുള്ള കോളേജുകൾ എന്ത് ചെയ്യും, വേക്കൻസി ഉള്ള കോളേജുകളും കോഴ്സുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിലവിൽ ഇപ്പോഴുമുണ്ട്. ഇനി അങ്ങോട്ടൊന്നും അലോട്ട്മെൻറ്റുകളൊന്നുമില്ല, വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താണ് കോളേജിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ വിടും. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, ആ കോളേജസ് എന്നൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ കോളേജുകളും ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ കോളേജുകളിൽ എന്ത് ചെയ്യും, ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുക, ഏതൊക്കെ ആ കോളേജുകളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. ഇപ്പം ഇവിടെ ഫറൂഖ് കോളേജ് ഓട്ടോണമസ് കോഴിക്കോട്, അതിൽ ഫോൺ നമ്പർ ഉണ്ട്, ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട്, കോളേജിൻ്റെ അഡ്രസ്സ് ഉണ്ട്, മെയിൽ ID ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് മതിയല്ലോ ഒരു സ്റ്റുഡൻറ്റിന് കോളേജിൽ കോണ്ടാക്ട് ചെയ്യാൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫോൺ എടുക്കുക, വിളിക്കുക, ഇന്ന കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക, ഞാൻ വന്നാൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നും കൂടി ചോദിക്കുക. എന്നിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുക, ഒരു മിനിറ്റ്, ആ പേജ് പോയല്ല, ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി ലേറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ സൈനപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക, രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്, നിലവിൽ അലോട്ട്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതെങ്കിലുമൊക്കെ കോളേജിൽ വേക്കൻസി ഫില്ലാകാതെ, വേക്കൻസി ഉണ്ടെങ്കിൽ, വേക്കൻസി ഉള്ള കോളേജ്, അത് നിങ്ങൾ ഓരോ കോളേജിൽ നമ്പർ എടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഫറൂഖ് കോളേജ്, ഇത് ഫറൂഖ് കോളേജ് അല്ലേ, ഇവിടെ BA ഹിസ്റ്ററി എന്ന കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സിന് ഇനി വേക്കൻസി ഉണ്ടോ, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുക.
അവർ വന്നോളാൻ പറയുവാണെങ്കിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയി അഡ്മിഷൻ എടുക്കാം. ഇങ്ങനെയാണ് പ്രൊസീജിയർ. ഓരോ കോളേജിലും ഇങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുക. റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്കും ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിനെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ മുഖാന്തരം കോളേജുകൾ നിങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ നടക്കുക. ഇനിയും ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, അഡ്മിഷൻ ക്ലോസ് ആകുന്ന തീയതി സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ്. അതുവരെ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സെപ്റ്റംബർ മാസം 11-ാം തീയതിയോടുകൂടി ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ അതിനു മുമ്പ് പ്രവേശനം ആഗ്രഹിക്കുന്നവർ കയറിക്കൊള്ളുക. അപ്പോൾ പുതിയ കാണുന്ന നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.